ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആണ് കേട്ടോ. ലഞ്ച് ബോക്സ് മാത്രമല്ല സ്നാക്കായിട്ടും നമുക്കിനി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ 2 പീസ് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മുട്ടയൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ. അപ്പോൾ ഇതാ അടുപ്പത്തോട്ട് നമ്മൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായിട്ട് വന്ന ശേഷം നമുക്കതിലേക്ക് മീഡിയം സൈസിലൊരു സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴറ്റി അതങ്ങ് വാടി കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങിയാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്തിന് നമുക്കിതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സവാള ഏകദേശം ഒന്ന് കളർ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് മീഡിയം സൈസിലുള്ള തക്കാളിയുടെ പകുതിയായിട്ടോ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് ചേർക്കണ്ട. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി നല്ല പുളിയായി പോകും. അപ്പോൾ പകുതി മതിയാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അത് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. 1 2 ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായാൽ മതി കേട്ടോ. തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് കുക്കായിട്ട് കിട്ടി കളറൊന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമുക്കിന്നെ വാലിട്ട് കഴിഞ്ഞാൽ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിന് വേണ്ട നമ്മളിത് റെഡിയാക്കിയെടുക്കാൻ. അല്ലാതെ നമ്മളിത് മിക്സിയിലൊക്കെ ഇട്ട് അടിക്കുന്ന സമയത്ത് ആകെ അങ്ങ് പേസ്റ്റായി പോവും. നമുക്കിതിന് ചെറിയ പീസായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിന് കൂടുതൽ നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയും കുരുമുളക് പൊടിയാണ്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും നമ്മളൊരു പിഞ്ചോളേ ചേർക്കുന്നുള്ളൂ. ഒരുപാടൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് നമുക്ക് എടുത്ത് വെച്ചറിയും. അപ്പോൾ ഒരുപാട് ചേർക്കണ്ട, കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ മുട്ടയ്ക്ക് പകരമായിട്ട് തൈരാട്ടോ ചേർക്കുന്നത്. 1 ടീസ്പൂൺ നല്ല പുള്ളിയുള്ള തൈരിനാട്ടോ ചേർത്തിട്ടുള്ളത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവം കേട്ടോ ഇത്. കാരണം നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയൊക്കെ ആകുന്ന സമയത്ത് ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആ ഒരു മുട്ടയുടെ മണം എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനേക്കാളും നല്ല നമ്മളിത് ഇതുപോലെ ഇങ്ങനെ തൈരൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയും ആണല്ലോ. അപ്പോൾ നന്നായിട്ട് നമ്മളിതിങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടേ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കേട്ടോ മാറ്റി കൊടുക്കുന്നത്. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഒരുപാട് അരച്ചങ്ങ് പേസ്റ്റ് ആക്കി എടുക്കണ്ട. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കഴിക്കുന്നതിനും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ കാണാൻ കിട്ടുന്ന ആ ഒരു പാകത്തിന് വേണം കേട്ടോ നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ബ്രെഡിൻ്റെ പീസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 3 ബ്രെഡ് 4 ബ്രെഡിനൊക്കെ ഉള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ള അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പം ബ്രെഡ് എടുത്തിട്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ ഒരു മസാല ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് എത്ര വേണമെന്നതനുസരിച്ചിട്ട് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം. ഇനി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മളിത് വേറൊരു പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഇതുപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഓയിൽ, ബട്ടർ, ഗീ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ പീസും ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് ബട്ടറോ ഗീയോ ഓയിലോ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം വെക്കേണ്ട ബ്രെഡാണല്ലോ, നമുക്ക് എന്തായാലും അറിയാമല്ലോ അത് പെട്ടെന്ന് റെഡി ആയിട്ട് വരും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആ ഒരു സൈഡ് ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കാം. കളറൊന്ന് മാറി സംഭവം ഒന്ന് സെറ്റായി എന്ന് കാണുമ്പം നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമ്മളതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊരു സ്മെല്ലൊക്കെ വരും. ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിനങ്ങ് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലൊന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കളർന്ന് മാറുന്ന വരും. ഒരുപാട് സമയം വെക്കണ്ട കേട്ടോ. അപ്പോൾ ആകെ നമ്മൾ ഈ ഒരു മസാലയൊക്കെ അങ്ങ് കരിഞ്ഞ് പോവും. അതിൻ്റെ ടേസ്റ്റ് ആകെ അങ്ങ് മാറിപ്പോവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം വെക്കാതെ തന്നെ അതിന് കളറൊന്ന് മാറി തുടങ്ങുന്നതെന്ന് കാണുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്താൽ മതിയേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റായി കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമ്മൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുന്ന ആ ഒരു സ്മെല്ലാട്ടോ വരാൻ.
അപ്പോൾ ഇതാ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം കേട്ടോ. കളർ ഒരുപാട് മാറിയിട്ടില്ല, എന്നാൽ ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ള പീസ് ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സോസോ മയോണൈസോ എന്താ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് തന്നെ ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ലഞ്ച് ബോക്സിൽ വെച്ചെടുക്കാം. വൈകുന്നേരം ചായയോടെ കഴിക്കാം. സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്ന സമയത്തും കൊടുക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ.